ഒരു ഭാഗത്ത് വൈജ്ഞാനിക പ്രവർത്തനം നടത്തുന്നതോടൊപ്പം സാമൂഹ്യ പ്രവർത്തനം കൂടെ നടത്തിയവരാണ്. ഇതൊരൊറ്റപ്പെട്ട കേസല്ല. അറബികളുടെ പ്രഭാഷകരുടെയും പണ്ഡിതരുടെയും ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാത്രം പറയുമ്പോൾ മണിക്കൂറുകൾ അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരും. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒരൊറ്റ സംഭവം കൂടെ നമുക്കറിയാം. ഇദ്ദേഹത്തിന് അനുജൻ ബഹുമാനപ്പെട്ട അബ്ബാസ് അലി മാരിക്കി മക്ക, അള്ളാഹു ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ, മക്കത്തുൽ മുക്കറമയിൽ ഹറമിന്റെ തൊട്ടടുത്തായി ഇന്നും ദർസ് നടത്തുന്ന മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, അള്ളാഹു ദർജ കൊടുക്കുമാറാകട്ടെ, തന്റെ കേന്ദ്രത്തിലേക്ക് വിളിച്ച് AP ഉസ്താദിനെ ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിച്ചു. ആ ചടങ്ങിലേക്ക് വിദേശ പ്രതീതി എന്ന രീതിയിൽ AP ഉസ്താദിന് ഖമറുൽ ഉലമ എന്ന് സ്ഥാനപ്പേര് കൊടുത്ത ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്കിയെ ക്ഷണിച്ചു. എന്തോ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. ആ വലിയ 10,000 ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്കി, മക്കയിലുള്ള അബ്ബാസ് മാലിക്കിക്ക് ടെലഫോണിലൂടെ സംഭാഷണം നടത്തി. AP ഉസ്താദ് ഫോൺ ചെയ്തപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, ഞങ്ങള് റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്തുന്ന ബുർദ ചൊല്ലാനും മദ്ഹ് പറയാനും വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ബുർദ ചൊല്ലിത്തരണോ? ലോകത്ത് അറേബ്യൻ രാജ്യങ്ങൾ മൗലിദില്ല, മക്കയിലും മദീനയിലും ബുർദയില്ല എന്നൊക്കെ പറയുന്നവർ ഉണ്ട്. എന്നാൽ മക്കത്തുൽ മുക്കറമയിലെ പ്രായം ചെന്ന പണ്ഡിതൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഫോണിലൂടെ ഒരു സഖാഫിയേക്കാൾ വികാരത്തിൽ, ഒരു SSFക്കാരനേക്കാൾ ആവേശത്തിൽ ആ പ്രായം ചെന്ന മക്കത്തുൽ മുക്കറമയിലെ അറബി പണ്ഡിതൻ പറയുന്നത്, യാ അഹ്ലൽ ഹിന്ദ് മുബാറകീൻ മുബാറകീൻ ഇന്ദകുർ റജുലുൻ മുജാഹിദുൻ ഫീ സബീലില്ലാഹ് ശൈഖ് അബൂബക്കർ അൻത ഖമറുൽ ഉലമാ അൻത മുജാഹിദുൻ ഫീ സബീലില്ലാഹ്. കാന്തപുരം അങ്ങ് അജയ്യനാണ്, അങ്ങ് വലിയ ധീരനായ പോരാളിയാണ്, അന്ന് പണ്ഡിത ജ്യോതിസാണ്. AP ഉസ്താദ് അങ്ങോട്ട് പുകഴ്ത്താൻ തുടങ്ങി. നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞു, ആ കാന്തപുരത്തിന്റെ കൂടെ ഉറച്ചു നിന്നോളൂ. വല്ലാതെ മധു പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അതൊന്ന് നിർത്തിക്കിട്ടാൻ വേണ്ടി മൗലിദ് അങ്ങോട്ട് തുടങ്ങി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൗലായ അങ്ങോട്ട് ചൊല്ലി. അബ്ബാസ് മാലിക്കിയും ചൊല്ലി. ഏകദേശം കഴിഞ്ഞ് നിർത്തിയപ്പോ വീണ്ടും തുടങ്ങി അബ്ബാസ് മാലിക്കി മദ്ഹ് തന്നെ. സുബ്ഹാനല്ലാഹ്, എത്ര കണ്ടാലും മടുക്കാത്ത, എത്ര കേട്ടാലും മടുക്കാത്ത വികാര വിജംബിതമായ ആവേശമായ ആ ഫോൺ വിളിയും AP ഉസ്താദിന്റെ പ്രതികരണവും കുണ്ടൂരിലെ ആവേശം അലതല്ലുന്ന സദസ്സും ചെറിയ ഭാഗം ഒന്ന് നിങ്ങൾ കാണാം. شيخ أبو بكر معك. كيف حالكم شيخ أبو بكر؟ الحمد لله طيب. مباركين 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 إن شاء الله. فإن الجلسة بمناسبة ميلاد النبي صلى الله عليه وسلم. أنت ما شاء الله الرجل المجاهد. نعم الله يتقبل. أنت الرجل المجاهد في نشر العلم. كل الناس يرغبون دعاءكم. أنت الرجل المجاهد واسمك قمر العلماء إن شاء الله. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുന്നണി പോരാളിയായ ഷെയ്ഖ് അബൂബക്കറിനെ ആദരിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ താനും പങ്കാളിയാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. യാ അഹ്ലൽ ഹിന്ദ് ഇൻദകും റജുലുൻ മുജാഹിദുൻ ഫീ സബീലില്ലാഹ്. ഖമറുൽ ഉലമയായ കാന്തപുരത്തിന്റെ കീഴിൽ സുന്നി പടയണിയുടെ സുദീർഘഗമനത്തിനായി അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രവാചക കീർത്തനങ്ങൾ ഈണത്തിൽ ചൊല്ലി അദ്ദേഹം സദസ്സിനെ ആത്മീയ ലഹരിയിലേക്ക് ഉയർത്തി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. عند حلول الحديث الحميم أن بدا لحبيبك خير الخلق كلهم. دائما
من أبدا على حبيب وخير خلق كلهم. الحمد لله نشكركم شكرا جزيلا. അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മഹത്വം പറഞ്ഞിട്ട് മതിവരാതെ അറബി പണ്ഡിതന്മാർ പോലും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബലനാ എന്ന ആയത്തിന്റെ ശരിക്കും അർത്ഥവത്തായ വശം നമ്മളുടെ പ്രാവർത്തിക തലത്തിൽ കാണുകയാണ്. ഞാൻ പറയുന്നത് ഇതൊന്നും ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല, ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല, മറിച്ച് അശ്രാന്ത പരിശ്രമം താൻ പഠിച്ചറിവനുസരിച്ച് പ്രവർത്തിക്കുകയും ആ പ്രവർത്തന ഗോതയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ എന്ന് പറഞ്ഞ പോലെ അള്ളാഹു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അള്ളാഹു വലിയ ഉയർച്ചകൾ കൊടുത്തു. ആ ഉയർച്ച നമുക്കറിയാം. ഇത് കേൾക്കുമ്പോൾ ആവേശമാണ്. ഓരോ ദിവസവും രാത്രി 1 മണിക്കും 2 മണിക്കും കടന്നുറങ്ങി സുബൈക്ക് 4 മണിക്ക് 4:30 എഴുന്നേറ്റ് കടന്നിറങ്ങുന്ന കുട്ടികളെ വിളിച്ചുണർത്തിയിട്ട് അവസാനം സുബൈ നിസ്കാരത്തിന് പള്ളിയിലെത്തി ജമാഅത്തും കഴിഞ്ഞ് തന്റെ മുമ്പിലിരിക്കുന്ന വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന എല്ലാ മുത്തല്ലിമീങ്ങൾക്കും ദർസ് നടത്തിക്കൊടുത്ത് കർണാടകക്കാരനും കേരളക്കാരനും തമിഴ്നാട്ടുകാരനും അതേപോലെ നോർത്ത് ഇന്ത്യക്കാരനും സൗത്ത് ഇന്ത്യക്കാരനും ലക്ഷദ്വീപുകാരനും അന്തമാദ്വീപുകാരനും എല്ലാ മുത്തല്ലിമീങ്ങൾക്കും ക്ലാസ് എടുത്ത് താൻ റൂമിലെത്തുന്നില്ല, വീണ്ടും സബക്കിനാണ് പോകുന്നത്. കാന്തപുരം ഉസ്താദിന് ക്ലാസ് എടുക്കാൻ നേരമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ബറക്കത്തുള്ള സമയത്തിനിടയിൽ തന്റെ റൂമിലെത്തിയിട്ട് താൻ കുളിച്ചു വൃത്തിയായി ഡ്രസ്സ് ധരിക്കുമ്പോഴേക്ക് മർക്കസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മുടെ ഇബ്രാഹിം മാഷ പോലെയുള്ള അതുപോലെ മൂസാജിയെ പോലെയുള്ള കോയ ഉസ്താദിനെ പോലുള്ള ആളുകൾ എത്തുമ്പോൾ ഡ്രസ്സ് മാറ്റുന്നതിനിടയിലാണ് ആഭ്യന്തര ചർച്ച നടക്കുന്നത്. അപ്പോഴേക്ക് ദുഹ നിസ്കരിക്കാൻ തക്ബീർ കെട്ടി തിരക്കുള്ള ജീവിതത്തിൽ നമ്മളൊക്കെ പലപ്പോഴും മറക്കുന്ന സുന്നത്ത് ഉസ്താദിന്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരികയാണ്. കേവലം ഒരു പ്രഭാഷകനെയല്ല, കേവലം ഒരു നേതാവിനെയല്ല, ഒരു ആബദിനെയാണ് ഉസ്താദിലൂടെ നാം കാണുന്നത്. നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് മുതഅല്ലിം പ്രൂഫുമായിട്ട് വരുന്നത്. എന്തേ അടുത്ത ആഴ്ച പ്രസിൽ കൊടുക്കേണ്ട ഉസ്താദിന്റെ പുസ്തകമാണ്. ആ പുസ്തകം അത് പ്രസിൽ DTP എടുത്ത ശേഷം തെറ്റുതിരുത്തി വായിച്ചു കൊടുക്കാൻ അതിൻ്റെ ഇടയിൽ ഉസ്താദ് സമയം കണ്ടെത്തിയിട്ട് അപ്പോഴേക്ക് നിരന്തരം ഭൗതിക ആത്മീയ നേതാക്കളുടെ ഫോൺ വിളിയാണ്. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ തന്നെ കാണാനിരിക്കുന്ന സമൂഹത്തിന്റെ വിവിധ തുറകളിലെ നൂറുകണക്കിന് ആളുകൾ, ആ കൂട്ടത്തിൽ പള്ളിയിൽ കാണുന്ന ഡേറ്റ് ചോദിക്കുന്നവരുണ്ട്, മദ്രസക്ക് കുറ്റിയടിക്കാൻ ഡേറ്റ് ചോദിക്കുന്നവരുണ്ട്, ഉണ്ടാക്കിയ പള്ളിയുടെ പണി പൂർത്തിയാക്കാൻ വേണ്ടി സാമ്പത്തികത്വത്തിന് വന്നവരുണ്ട്, അറബികളെ കാണാൻ വന്നവരുണ്ട്, അറബിയുമായിട്ട് ബന്ധപ്പെടുത്താൻ വന്നവരുണ്ട്, നിക്കാഹിന് ഡേറ്റ് കിട്ടേണ്ടതുണ്ട്, മസലാത്താക്കേണ്ടതുണ്ട്, സംഭാവന കൊടുക്കേണ്ടതുണ്ട്, മകളെ കെട്ടിക്കാൻ സംഭാവന ചോദിക്കേണ്ടതുണ്ട്, പൊരുത്തപ്പടിക്കാൻ വന്നവരുണ്ട്, കൈമത്താൻ വന്നവരുണ്ട്, ഗൾഫിൽ നിന്ന് വന്ന പ്രവർത്തകരുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്. എല്ലാവരെയും ഉസ്താദ് പറഞ്ഞ് സമാധാനിപ്പിച്ച് ആവശ്യമായതൊക്കെ കൊടുത്ത് വാഹനത്തിൽ കയറി ഒന്ന് സ്വസ്ഥമായിരിക്കുമ്പോഴാണ് വേറൊരു സഖാഫി പുറകുന്ന് തല നീട്ടുന്നത്. എന്തേ ഈ തിരക്കിനിടയിൽ പറയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഉസ്താദേ എന്റെ കാര്യം പറയാൻ വാഹനത്തിൽ കയറിയതാ. അങ്ങനെ സംസാരിച്ച് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ പ്രശ്നം തീർന്നാൽ, സംസാരിച്ചു തീർന്നാൽ ആ മുത്തല്ലിം അവിടെ ഇറങ്ങുകയാണ്. ഈ രീതിയിൽ പിന്നീട് പോലീസ് സ്റ്റേഷനുകളും ചർച്ചകളും അതുപോലെ തന്നെ മരണ വീടുകളും വിവാഹ വീടുകളും സാമൂഹിക സ്പർദ്ധയുള്ളിടത്തേക്ക് കടന്നു ചെല്ലാനും സാമൂഹിക പ്രവർത്തനങ്ങളും രാത്രിയും 3-4 സ്റ്റേജുകളും കഴിഞ്ഞ് രാത്രി 1 മണിക്ക് 2 മണിക്ക് തിരിച്ചെത്തുന്ന ആ നവോത്ഥാന നായകൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇത് ഒറ്റ വാക്കിൽ ഞാൻ പറയുമ്പോ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അതിന്റെ പ്രാവർത്തിക രൂപത്തിന്റെ ഒരു ചെറിയ സാമ്പിള് നമുക്കിപ്പോൾ സ്ക്രീനിലൂടെ കാണാം. EP അബൂബക്കർ മുസ്ലിയാർ, അനാഥകൾക്കായി ഒരു ജീവിതം. യതീമിന്റെ കണ്ണീര് തുടച്ച് അവന് ഹൃദയത്തോട് ചേർത്ത് ലാളിച്ചു വളർത്തുന്ന പിതാവ്, അനാഥകളുടെ പിതാവ്. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين. സേവന പ്രഭാവം. യതീമിനെ സ്നേഹിച്ച പുണ്യ റസൂലിന്റെ മാർഗത്തിൽ ഈ പണ്ഡിത പ്രവരനും ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുന്നു.
ദുഃഖഭാണ്ഡങ്ങൾ അഴിക്കുന്നവർക്ക് സാന്ത്വനത്തിന്റെ സ്നേഹസ്പർശമായി അദ്ദേഹം മാറുന്നു. സുന്നി മുസ്ലിമിന്റെ ഹൃദയതാളം പോലെ ആ സാന്നിധ്യം. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ, മർക്കസ് എന്നിവയുടെ ജനറൽ സെക്രട്ടറി, മഹാപണ്ഡിതൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, ജനനായകൻ, വിശേഷണങ്ങളെക്കാളുപരി വളർന്നിരിക്കുന്നു കാന്തപുരം ഉസ്താദിന്റെ എടുത്ത സുന്നത്തി ജമാഅത്തിന്റെ വലിയ വിജയം. ആ വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ പടച്ച തമ്പുരാനും നമുക്ക് കഴിയണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ പ്രവർത്തനങ്ങളിലും ഭാഗവാക്കായാൽ, നിങ്ങൾ കേട്ടില്ലേ, ആയിരക്കണക്കിന് പള്ളികൾ ഉസ്താദ് മാത്രം നിർമ്മിച്ചതുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മയ്യിത്ത് നിസ്കരിക്കാൻ അച്ചടിക്കുന്ന കത്ത് ഈ ആയിരക്കണക്കിന് പള്ളിയിലേക്കെങ്കിലും എത്തിയാൽ, 10 പേരെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് നമുക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചാൽ ചുരുങ്ങിയത് 10,000 നിസ്കാരമെങ്കിലും പ്രിയപ്പെട്ട പ്രവർത്തകരെ നമുക്ക് ലഭിക്കില്ലേ? അതുകൊണ്ട് തന്നെ മയ്യിത്ത് നിസ്കാരമെങ്കിലും കൂടുതൽ ലഭിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ മർക്കസിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക. ഈ വികാരം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നതിനുള്ള പ്രത്യേകമായ കാരണം, കേരളത്തിൽ സമാധാനാന്തരീക്ഷം സ്ഥാപിക്കുന്നതിന് വേണ്ടി കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രവർത്തനത്തെ കൊണ്ട് വിജയം ലഭിച്ചപ്പോൾ ആ പ്രവർത്തനം മനസ്സിലാക്കിയാണ് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നിന്ന്, കാശ്മീരിൽ നിന്ന് മുഖ്യമന്ത്രി കടന്നു വന്ന് കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞ വാക്ക്, ഷെയ്ഖ് സാഹിബ് ഹംകോ ഭി ഐസാ ബനായിയേ, ഞങ്ങളുടെ നാട്ടിലും ഇതുപോലെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങളുടെ നാട്ടിൽ തോക്കുകളാണ് കഥ പറയുന്നത്, ബോംബുകളാണ് ശബ്ദിക്കുന്നത്, ഭീകരതയാണ് അവിടെ തളിച്ചു വളരുന്നത്. മതബോധമില്ലാത്ത, ജീവിതത്തിൽ ചിന്തയില്ലാത്ത, ഭാവിയെക്കുറിച്ച് ബോധമില്ലാത്ത ഈ ആളുകൾ മതത്തെ തകർക്കും, നാടിനെ തകർക്കും, മൊത്തം ആളുകളെയും തകർക്കും. അതുകൊണ്ട് ഷെയ്ഖ് അബൂബക്കർ അങ്ങ് ഞങ്ങളെ കുറച്ച് കുട്ടികളെ ഏറ്റെടുക്കണം. കാന്തപുരം ഉസ്താദ് സ്വസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, ക്ഷമിക്കണം മുഫ്തി, എന്തേ ഇവിടെ ഉള്ള കുട്ടികൾക്ക് തന്നെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ അതിലേറെ വിഷമവും. നമുക്കതിന് ആലോചിച്ചാൽ അറിയാം, മലയാളികളും അതേപോലെ തമിഴ്നാട്ടുകാരും ലക്ഷദ്വീപും അൻഡമാൻ നിക്കോബാർ ദ്വീപിലെയും ആളുകളും മാത്രമാണെങ്കിൽ നല്ല ചാക്കരിയുടെ ചോറും അതിലേക്കൊരു പരിപ്പിന്റെ ചാറും വേണമെങ്കിൽ ലേശം നാരങ്ങാച്ചാറും ഒരു ഗ്ലാസ് വെള്ളവും ഉണ്ടായാൽ അത്യാവശ്യം രാഗത്താകും. അതേ സമയത്ത് കാശ്മീരിലെ കൊച്ചു കുട്ടികളെ നമ്മുടെ ക്യാൻറ്റീനിൽ കൊണ്ടിരുത്തിയാൽ, നമ്മളെ ക്യാൻറ്റീനിലെ പാചകക്കാരായ ബഹുമാനപ്പെട്ട നമ്മളെ കോയക്കായും ആക്കോടുക്കായും അദ്രമാക്കായും ഒക്കെ അള്ളാഹുവർക്കൊക്കെ അർഹമായ പ്രതിഫലം ബറക്കത്തും കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം ഭക്ഷണം വിളമ്പിയ കൈകളാണ്. ഏതായിരുന്നാലും അവർക്കൊക്കെ ആ നമ്മുടെ മലയാളം മാത്രമേ അറിയൂ. അവർ പാവങ്ങൾ കാശ്മീരിൽ നിന്ന് വന്ന കുട്ടികളല്ലേ എന്ന് മനസ്സിലാക്കി അവർ രാഗത്തായി ചോറ് വിളമ്പിക്കൊടുക്കുമ്പോൾ ഈ റൊട്ടിയും ആലും ദാലും കഴിച്ച് പരിചയമുള്ള ഈ മക്കളെ മുഖത്ത് നോക്കി ചോദിക്കും, ക്യാ ദാദാ, റോട്ടി നെയ്, ആൽബി നെയ്, ദാൽബി നെയ്, ഐസ ബടാ ചാവരണോ, ഏ ഖായേ തോ മർ ജായേഗാ. കോയക്കായ്ക്കുണ്ടോ എന്തായി പറഞ്ഞെന്നുള്ളത് തിരിയണ്, ആ കോട്ടക്കായ്ക്കുണ്ടോ തിരിയണ്. ഇവർ വിചാരിക്കും പാവം കുട്ടികൾ ഇട്ടുകൊടുത്ത ചോറ് കുറവായത് കൊണ്ട് ചോദിക്കായിരിക്കും, പിന്നെയും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും. അപ്പൊ ദേഷ്യം പിടിച്ച കൂടി ക്യാ എന്താ കളി ചെയ്യണമെന്നാ ചോദ്യം. അപ്പൊ ആ കോട്ടക്കായന്റെ അങ്ങനെ പത്രം വെളുത്തിട്ടാലേ ഏത് ക്യാ കർത്തയെന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഭാഷ അറിയാത്തത് കൊണ്ട് പാചകക്കാർക്ക് വിഷമമുണ്ടാകും. അതിന്റെ ഒക്കെ പുറമേ ഒരുപക്ഷെ അപ്പുറം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ നമ്മളെ മലയാളികൾ പൊറാട്ടയിലേക്ക് കറി ഒഴിച്ചിട്ടാണ് കഴിക്കുക, ഉറുദുക്കാരൊക്കെ അതിൽ ഒപ്പിയിട്ടാ കഴിക്കുക. നമ്മളെ കറി തീർന്നു, അവരെ കറി സ്റ്റോക്കാ. അപ്പോ ഈ ടേബിളിൽ നിന്നെങ്ങാനും മലയാളിയായി ഒരു കുട്ടി ലേശം ചാറ് തരുമോ എന്ന് ചോദിച്ചാൽ പൊറാട്ട 2 കൂടെ കൊടുക്കും. എന്തേ കാരണോ, ഈ അമ്പൻ ചോദിച്ച് കറിയാണ്, പക്ഷെ ചാറ് എന്ന് പറഞ്ഞാൽ ഉറുദുക്കാരെ ഭാഷയിൽ 4 ആണ്. അപ്പൊ അതുകൊണ്ട് കുടുങ്ങും സ്വാഭാവികമായും. അഥവാ ഒരു ഉറുദു കുട്ടി ഇങ്ങനെ വരുമ്പോ പാവം അന്യ നാട്ടുകാരനല്ലേ എന്ന് മനസ്സിലാക്കി നമ്പർ അറിയാതെ ഇങ്ങനെ പോകുമ്പോ ഉച്ചത്തിന് പാചകക്കാർ വിളിച്ച് കയ്യേ ചോറ് കൊടുക്കുന്ന് പറയുമ്പോ ഇവൻ തല്ലാൻ വരും ചിലപ്പോ. കാരണം ചോറ് എന്ന് പറഞ്ഞാൽ ഉറുദുവിൽ കള്ളെന്ന അർത്ഥം. ഇവരെ തൂണ്ടിട്ട് ചോറ് എന്ന് പറഞ്ഞാൽ ഭാഷയുടെ വൈദേശങ്ങൾ വരും, ഭക്ഷണത്തിന്റെ വിഷമം വരും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ കൊണ്ടുവരാൻ പറയരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ശൈലിയിൽ പല കാര്യങ്ങളും ഒഴിവ് കഴിവുകൾ പറഞ്ഞു. പക്ഷേ
മുഫ്തി പറഞ്ഞു, കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം കാന്തപുരം അങ്ങനെ പോലെയുള്ള പണ്ഡിതരുടെ പിന്തുണ കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ് നിൽക്കുന്നത്. കാശ്മീരിലും സമാധാനം പുലരട്ടെ. അങ്ങനെ കാശ്മീരിൽ നിന്ന് 200 ചില്ലാനത്തോളം മക്കള്, ഹരിയാനയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മക്കൾ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് മർക്കസ് എന്ന് പറയുന്നത് ഒരു വലിയ വിസ്മയമായിട്ട് മാറി. ഈ കാന്തപുരം ഉസ്താദിന്റെ ഓട്ടത്തിനിടയിലും ആ മക്കളുമായി സംവദിക്കാൻ കാന്തപുരം ഉസ്താദ് സമയം കണ്ടെത്തുന്നുവെങ്കിൽ അവിടെയാണ് ആ ജനനായകനെയും ആ സ്ഥാപനത്തെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഒരു 2 സെക്കൻഡ് അതും കൂടെ നോക്കും. മർക്കസിന്റെ സേവന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ അതിരുകൾ കടന്ന് വ്യാപിക്കുകയാണ്. ഇതിന് മികച്ച സാക്ഷ്യമാണ് കാശ്മീരിൽ നിന്ന് മർക്കസ് ദത്തെടുത്ത പിഞ്ചു പൈതങ്ങൾ. ദുരന്ത വാർത്തകളിലൂടെ പുറം ലോകമറിയുന്ന ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള ഈ സംസ്ഥാനത്തെ അനാഥരും ദരിദ്രരുമായ വിദ്യാർത്ഥികളെ മർക്കസ് ഏറ്റെടുക്കുകയായിരുന്നു. ഇവർക്കായി സൗകര്യങ്ങൾ ഒരുക്കി പുതിയ ജീവിത പ്രതീക്ഷകൾ നൽകുന്നു. മർക്കസിന്റെ സ്നേഹസ്പർശത്താൽ സനാഥരാകുന്ന ഇവരുടെ എല്ലാ ചെലവുകളും സ്ഥാപനമാണ് വഹിക്കുന്നത്. കാശ്മീരിൽ നിന്നും 250 ചെറിയ വിദ്യാർത്ഥികളെയും ഹരിയാനയിൽ നിന്ന് 250-ലധികം വിദ്യാർത്ഥികളെയും ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയും അവരെ സ്വീകരിച്ച് അവർക്കാവശ്യമായ പഠനവും സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. കാശ്മീരിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കും മർക്കസ് ആശ്രയമാകുകയാണ്. ഹരിയാന സ്വദേശികളായ 300ഓളം നിർധന വിദ്യാർത്ഥികൾക്ക് മർക്കസ് അഭയം നൽകുന്നുണ്ട്. മർക്കസ് ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലും കൊയിലാണ്ടി കൽഫാൻ സെന്ററിലുമായി പ്രൈമറി തലം തൊട്ട് ബിരുദാനന്തര തലം വരെയുള്ള ക്ലാസുകളിലാണ് ഇവർ പഠിക്കുന്നത്. हरियाणा से आया, मेरा नाम अरशद अली है. यहाँ पढ़ाई हिंदुस्तान में बहुत मशहूर है, इसीलिए हम लोग हरियाणा के सरजमीन में भी यहाँ का चर्चा था. हम सुन के यहाँ पर दूसरे जगह पढ़ते थे, मगर यहाँ की तारीफ सुनकर हम यहाँ पर आए. यहाँ के उस्ताद लोग बहुत मेहनत से पढ़ाते हैं और खाने पीने की हर तरह की यहाँ पर सहूलत है. और यहाँ के शेख साहब भी बहुत हम लोग की देखभाल करते हैं. यहाँ तक कि घर जब जाते हैं बच्चे लोग, तब उनका किराया भी दे दिया जाता है. और जो भी यहाँ पर हमारे खर्च और अखराजात हैं पूरे किए जाते हैं. 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഇപ്പോൾ മർക്കസിൽ വിദ്യാർത്ഥികളായുണ്ട്. ഡൽഹി, മുംബൈ, കൽക്കട്ട, മദ്രാസ്, ജയ്പൂർ, പൂനെ, ബാംഗ്ലൂർ, മൈസൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ മർക്കസിന്റെ പ്രവർത്തനം സജീവമാണ്. പ്രധാന നഗരങ്ങളിൽ ബ്രാഞ്ച് ഓഫീസുകൾ ആരംഭിക്കാനുമായിട്ടുണ്ട്. ഉറുദു മേഖലയിൽ കൂടുതൽ സജീവമായ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് മർക്കസ് മുന്നിട്ടിറങ്ങുകയാണ്. കാശ്മീരികളുടെ യാതനകൾ കണ്ടറിഞ്ഞ് അവരെ സ്നേഹപൂർണമായ സനാതത്വത്തിലേക്ക് നയിച്ച മർക്കസ് അവർക്ക് സ്നേഹ സംരക്ഷണം നൽകുന്നു. ഈ വിജ്ഞാന തീരത്ത് ജാതി, മത, ഭാഷാഭേദമന്യേ കുരുന്നുകൾ ഒന്നാവുകയാണ്. മർക്കസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തീർത്ത മനുഷ്യ ഇന്ത്യയിൽ കാശ്മീരികൾ കേരളീയരായ സഹപാഠികളുടെ സംരക്ഷിത വലയത്തിലാണ്. രാഷ്ട്രശില്പികളുടെ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന്റെ മോഹവർണ്ണങ്ങൾ നൽകുന്ന വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ലോകതലത്തിൽ പടർന്ന് പന്തലിച്ച മർക്കസിന്റെ വേരുകൾ
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കുമ്പോഴാണോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അശാന്ത പരിശ്രമത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മർക്കസിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് കാശ്മീരിന്റെ അശാന്തിയുടെ തീരത്ത് സമാധാനത്തിന്റെ നൗക പണിയാൻ കാന്തപുരം ഉസ്താദിനോട് ആവശ്യപ്പെടുമ്പോൾ ആ ജനനായകൻ അങ്ങോട്ട് പറയുന്നത്, കാശ്മീരിന്റെ മലമടക്കുകളിലൂടെ യാത്ര ചെയ്ത് ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെയുള്ള ജനങ്ങളുടെ മനസ്സ് വായിച്ച ശേഷം നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് കാന്തപുരം ഉസ്താദ് പറയുമ്പോൾ കാശ്മീരിലെ മുഖ്യമന്ത്രി പറയുന്ന ഷെയ്ഖ് സാഹിബ്, ഒരിക്കലും അങ്ങനെ ഒരു അഭ്യാസത്തിന് അങ്ങ് മുതിരരുത്. കാശ്മീർ ഭരിക്കുന്ന മന്ത്രിമാർ പോലും കടന്നു ചെല്ലാൻ പേടിക്കുന്ന മേഖലകളാണ് കാശ്മീരിന്റെ മേഖലകൾ. ചെങ്കുത്തായി കിടക്കുന്ന കാശ്മീരിന്റെ വളഞ്ഞു പൊളഞ്ഞ റോഡിലൂടെയുള്ള യാത്ര പോലും വളരെ ദുഷ്കരമാണെന്നതിന് പുറമെ തോക്ക് പിടിച്ച ഭീകരവാദികളും അവരെ നേരിടാനെന്ന വ്യാജം നിൽക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാരും ആരാണ്ട് വെടിവെച്ചതെന്നറിയുന്നതിന് മുമ്പ് മരിച്ചു വീഴുന്ന കാശ്മീരിന്റെ സാഹചര്യത്തിൽ കൊച്ചു വലുപ്പത്തിൽ തന്നെ പേന പിടിക്കേണ്ട കൈകളിൽ പിടിക്കുന്നത് തോക്കിന്റെയും ലാത്തിയുടെയും ഒക്കെ ഭാഗങ്ങളാണ് എങ്കിൽ തന്റെ പ്രിയപ്പെട്ട ബാപ്പയെ കെട്ടിയിട്ടുകൊണ്ട് ഉമ്മയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം പ്രിയപ്പെട്ട ബാപ്പ ഇടനെഞ്ചിലേക്ക് വെടിവെച്ചു കൊള്ളുന്ന കാഴ്ച കണ്ട് ഭീകരത മനസ്സിൽ മുളച്ചു വന്തി വളരുന്ന ആ തലമുറ ഭരിക്കുന്ന ആ തലമുറ വളരുന്ന കാശ്മീരിന്റെ മണ്ണിലേക്ക് കാന്തപുരം അങ്ങ് പോകാനൊരു സാഹസിക യാത്രക്ക് തയ്യാറെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പടച്ച തമ്പുരാനിൽ തവക്കുലാക്കി ജീവിതത്തിന്റെ മേഖലകളിൽ ശരിക്കും വരുന്ന വെല്ലുവിളികളെ പുഞ്ചിരിയോടുകൂടെ നേരിട്ട് വിജയം വരിച്ച പരിചയമുള്ള കാന്തപുരം ഉസ്താദ് പക്ഷേ കാശ്മീരിന്റെ മലമടക്കുകളിലൂടെ സഞ്ചരിച്ച് പാവപ്പെട്ടവരുടെ മനസ്സ് വായിക്കട്ടെ എന്ന് തുറന്ന് പറഞ്ഞപ്പോൾ കാശ്മീരിന്റെ മുഖ്യമന്ത്രി സമ്മതം മൂളി. എങ്കിൽ കാശ്മീരിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കാശ്മീരിന്റെ ചെങ്കുത്തായി കിടക്കുന്ന പ്രദേശങ്ങളിലൂടെ യാത്ര നടത്തുന്നു. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ അർദ്ധചന്ദ്രനക്ഷത്ര കുംഭാങ്കിത ഹരിതധവള കുങ്കുമ ത്രിവർണ്ണ പതാക കാശ്മീരിലൂടെ പാറിപ്പറക്കുമ്പോൾ സമാധാനത്തിനാഗ്രഹിക്കുന്ന സമാധാനത്തിന്റെ കാംക്ഷികൾക്ക് കാന്തപുരം ഉസ്താദിന്റെ യാത്ര സന്തോഷം സമ്മാനിക്കുകയാണ്. ആ കാശ്മീരിലൂടെ യാത്ര നടത്തി അവസാനം കാന്തപുരം ഉസ്താദ് അവിടെയുള്ള രാഷ്ട്രീയ നായകരെ മതമേലാളന്മാരെ വിളിച്ചു വരുത്തിയിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ ഉറുദു ഭാഷയിൽ നടത്തിയ പ്രസംഗം, ഇവിടെ മതങ്ങൾ ഒരിക്കലും തന്നെ വർഗീയത പഠിപ്പിക്കുന്നില്ല, പരസ്പര സ്നേഹമാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാ മതസ്ഥരെയും ഇരുത്തി ഔദ്യോഗികമായ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തുന്നു. പോരാ, പട്ടാളം കാവൽ നിൽക്കുന്ന പ്രദേശത്തേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലുമ്പോൾ തോക്കിന്റെ പാത്തി താഴ്ത്തിപ്പിടിച്ച് കാന്തപുരം ഉസ്താദിന്റെ കൈമുത്തുന്ന പട്ടാളക്കാർ. ഇതെവിടെയോട്ടപ്പോ ഏതോ ഒരു വിദ്വാൻ പറഞ്ഞു അതേതോ ഒരു സഖാഫിയാകും. അൽഹംദുലില്ലാഹ് എന്നാ കഴിച്ചതായി. കാശ്മീരിലെ പട്ടാളത്തിലേക്ക് പോലും കാന്തപുരം സഖാഫികൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നെങ്കിൽ അത് കാന്തപുരത്തിന്റെ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ ഒരു പൊന്തൂവലാകും. ഏതായിരുന്നാലും ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഉസ്താദ് പോകുന്ന വാഹനത്തിലേക്ക് പട്ടാളക്കാർ ചാടിക്കേറിയിട്ട് പ്രൊട്ടക്ഷൻ നൽകുന്നതും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രൗഢഗംഭീര ഉറുദു ഭാഷയിലെ പ്രഭാഷണവും അതിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം. وجب الشكر علينا وجب الشكر علينا शुक्र है हम पर वाजिब शुक्र है हम पर वाजिब शुक्र है हम पर वाजिब शुक्र है हम पर वाजिब
أيها المبعوث فينا أيها المبعوث فينا नबी को आया हमें नबी को आया हमें जे तबिलानिल मुतारी जे तबिलानिल मुतारी है इताअत के जो काबिल उसका पैगाम इतना आला उसका पैगाम इतना आला तलअल बद्रु अलैना ബഫലിയൻസ് ടൗണിലെ ആവേശകരമായ സ്വീകരണത്തിൽ നിന്ന് सब 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 शख्स सब आ गए इन्हीं प्रसंग नीलुകയാണ് अभी देखो ये स्टेज पे और स्टेज के माहौल पे हिंदू और मुसलमान और सब भी हाजिरीन है ഇപ്പോൾ നോക്ക് നിങ്ങൾ ഈ സ്റ്റേജിലും പരിസരത്തുമായി ഹിന്ദുക്കളുണ്ട് മുസ്ലിംകളുണ്ട് മറ്റെല്ലാ മതസ്ഥരുമുണ്ട് ഇസ്ലാം കാ ഇർഷാദ് നഹി ഹൈ ഒരിക്കലും തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ആപസ് മേം ഭൈർ രഖന പരസ്പരം വൈരാഗ്യം വെക്കുക എന്നത് ഇസ്ലാമിന്റെ തത്വമേ അല്ല हिंदू सिख मुस्लिम बोल के आपस में बर्बाद करना इस्लाम का इर्शाद नहीं है ഒരിക്കലും ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വർഗീയതയും പ്രശ്നമുണ്ടാക്കുന്നത് ഇസ്ലാമിന്റെ തത്വം അല്ലേ അല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാമ ഇഖ്ബാൽ പാടിയ അതേ വരികൾക്ക് ജീവൻ പകരുന്നു സാരേ ജഹാ സേ അച്ഛാ ഹിന്ദു സിതാ ഹമാരാ ഹം ബുൽബുലേ ഗിസ്കി യേ ഗുൽ സിതാ ഹമാരാ നിഖില പ്രപഞ്ചത്തിൽ ഉത്തമം ഭാരതം നാമോവരത്തിലെ അപ്പാടി കുരുവികൾ അതേ ചെത്തി ചമ്മന്തിയും ചമ്പരുത്തിയും ചാരി ചമ്പകച്ചണ്ടും ചേർന്ന മന്ദിരാഗണം പോലെ ഹിന്ദുവും മുസൽമാനും ബുദ്ധനും യഹൂദനും ഒന്നുപോലെ വേറുന്നീ എത്രയോ ദശാബ്ദരായി കുമാരനാശാന്റെ കവികൾക്ക് ജീവൻ പകർന്നുകൊണ്ട് ജാതിയുടെ വർഗത്തിന്റെ മതത്തിന്റെ പേര് പറഞ്ഞ് പരസ്പരം നാം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അതേസമയത്ത് ആപസ്മേ മഹബത്ത് റഖ്ന പരസ്പരം സ്നേഹം നാം പങ്കുവെക്കണം എന്ന് പറഞ്ഞ പ്രഖ്യാപനത്തോടെ കാശ്മീരിന്റെ
താഴ്വരയിൽ സമാധാനത്തിന് വെണ്ണിപ്പതാക പറപ്പിക്കാൻ ഈ കാന്തപുരം ഉസ്താദിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മർക്കസിന്റെ പ്രകാശം പരത്താൻ കഴിഞ്ഞെങ്കിൽ, വലിയ സ്വീകരണം കിട്ടിയ കാന്തപുരം ഉസ്താദ് അതോടുകൂടെ മതിമറക്കുന്നില്ല. എല്ലാ അവാർഡുകളും ഏറ്റുവാങ്ങി മർക്കസിൽ തിരിച്ചെത്തുമ്പോ മർക്കസിന്റെ സന്തതികൾ പറയുന്നു, ഉസ്താദേ, മെഡിക്കൽ കോളേജിലേക്ക് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോൾ ദയനീയമായി കാഴ്ച കണ്ടു. എന്താണത്? അവിടെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ പ്രസവാർഡിന്റെ പരിസരത്ത് പുരുഷന്മാർക്കുള്ളിലേക്ക് പ്രവേശനം ഇല്ല. പക്ഷേ പുറത്ത് കോരിച്ചൊരിയുന്ന മഴയത്തും മഞ്ഞത്തും വെയിലത്തും ലോഡ്ജെടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വിഷമിച്ചുകൊണ്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന പട്ടിണി പാവങ്ങളെ കാണുന്നു. ഉസ്താദേ, അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഈ ജനനായകൻ കിതാബോധിക്കൊടുത്ത, ദർസ് നടത്തിയ, ദിക്ർ ചെല്ലുന്ന, നമസ്കരിച്ച ആ പണ്ഡിതൻ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാവപ്പെട്ടവരെ കാണുന്ന സമയത്ത് അത് ലീഗുകാരാണോ, മാർക്സിസ്റ്റുകാരാണോ, കോൺഗ്രസുകാരാണോ, ജനതാദൾ, PDP, MDP, BJP ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് പകരം മനുഷ്യരാണെന്ന് മനസ്സിലാക്കി മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടുമായി ചർച്ച നടത്തുന്നു. ഇതിനൊരു പരിഹാരം പോകണം. പക്ഷേ ഗവൺമെന്റ് അനുവദിച്ച ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ മുഅ്മിനീങ്ങളുടെ കയ്യിൽ പണമുണ്ട്. അതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മർക്കസിന്റെ ഒരു പൊന്തൂവൽ കൊണ്ട് ചാർത്തിക്കൊണ്ട് കാന്തപുരം ഉസ്താദ് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ലക്ഷങ്ങൾ മുടക്കി വെയിറ്റ് ആൻഡ് ഷെൽട്ടർ ഉണ്ടാക്കിയത് വിശിവിനയത്തോട് ഞാൻ പറയട്ടെ, പീഡിക വരാന്തയിലിരുന്ന് കാന്തപുരം ഉസ്താദിന്റെ പച്ചമാംസം ഭക്ഷിച്ചവരുണ്ടെങ്കിൽ, കാന്തപുരം ഉസ്താദിനെ കയ്യാമം വെക്കാൻ വേണ്ടി കൊതിച്ചവരുണ്ടെങ്കിൽ, ഒരുപക്ഷെ കാന്തപുരം ഉസ്താദിന് തക്ബീർ വിളിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കാൻ ആളുണ്ടാകില്ലെന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ, വിനയത്തോട് കൂടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയെ പ്രസവത്തിനു വേണ്ടി അഡ്മിറ്റാക്കിയ സമയത്ത്, നിങ്ങളെ കൊച്ചുകുട്ടി അഡ്മിറ്റാക്കിയ സമയത്ത് നിങ്ങൾക്ക് ലോഡ്ജെടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നിങ്ങൾ പുറത്ത് കടന്നിറങ്ങിയ മഞ്ഞുകൊള്ളാത്ത, മഴ കൊള്ളാത്ത വെയിറ്റിംഗ് ഷെൽട്ടറില്ലേ? ഒരുപക്ഷെ കാന്തപുരം ഉസ്താദിനെയോ മർക്കസിനെയോ തെറ്റിദ്ധരിച്ചത് കൊണ്ട് നിങ്ങൾ അതിലകപ്പെട്ടിട്ടുണ്ടെങ്കിലും സുഖമായി ഉറങ്ങി കാലത്ത് കണ്ണും തിരുമ്മി എഴുന്നേറ്റ് പല്ല് തേക്കുന്നതിന്റെ മുമ്പ് മുകൾ ഭാഗത്തേക്ക് പ്ലീസ് ഒന്ന് നോക്കുക. നിങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, സ്പോൺസേർഡ് ബൈ മർക്കസു സഖാഫത്തി സുന്നിയ, സുന്നി കൾച്ചറൽ സെന്റർ കാരന്തൂര്. അതേ മർക്കസിന്റെ സംഭാവനയാണ് ആ വെയിറ്റിംഗ് ഷെൽട്ടറെങ്കിൽ അതിന്റെ ക്ഷീണം തീരുന്നതിന്റെ മുമ്പ് മുത്തല്ലിമീങ്ങൾ ദഅ്വാവിങ്ങിന്റെ പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, അതിനേക്കാൾ ദയനീയമായ രംഗം ഞങ്ങൾ ഇന്ന് കണ്ടു. എന്താണത്? അല്പം കൂടെ മുന്നോട്ട് പോയാൽ ചേവായൂരിലുണ്ട് ലെപ്രസി ഹോസ്പിറ്റൽ. കുഷ്ഠരോഗികളാണ്. വിരലുകൾ മുറിഞ്ഞവർ, മൂക്ക് ചപ്പിയവര്, കണ്ണ് തുറിച്ചവര്, ചുണ്ട് ചീന്തിയവര്, രക്തവും ചലവും ഒരുമിച്ച് വരുന്നവര്, മക്കൾ ഉപേക്ഷിച്ചവര്, യാചിക്കാൻ ചെല്ലുമ്പോൾ അട്ടിവടിപ്പിക്കപ്പെടുന്നവര്, വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ട് രാഷ്ട്രീയക്കാരെ പോലും അവഗണിച്ചവര്, ഈ വിഭാഗം ജാതിയും മതമേതെന്ന് പോലും അറിയാത്തവര്. ഉസ്താദേ, ഞങ്ങളെ കണ്ടപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു. ഞങ്ങളോട് പലതും ആവശ്യപ്പെട്ടു. ഞങ്ങൾക്കൊരു നേരത്തെ ബിരിയാണി കിട്ടിയെങ്കിലെന്ന് ഞങ്ങളോട് അവർ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ വലിയ ഹൃദയത്തിനുടമയായ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്താൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന ഹദീസ് ഓതിക്കൊടുത്ത ഉസ്താദ് തന്റെ മക്കളാണ് എന്ന് പറയുന്നത്. ഹദീസ് പ്രാവർത്തികമാക്കാൻ തീരുമാനിക്കുന്നു. വേവിച്ച ബിരിയാണിയുമായും ലെപ്രസി ഹോസ്പിറ്റലിലേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു ചെന്ന് ജാതിയും മതവും ലിംഗവും വർഗവും വർണ്ണവും ചോദിക്കാതെ ആ ബിരിയാണി വിളമ്പിക്കൊടുത്ത് ബിരിയാണി കഴിച്ചു കഴിയുമ്പോ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു 10 നേരത്തെ മനസ്സിൽ തട്ടുന്ന ഉപദേശം കാന്തപുരം ഉസ്താദ് പറയുന്നത്, വിധിയെ പഠിക്കരുത്, നിങ്ങളൊരിക്കലും ശപിക്കരുത്, അല്ലാഹു നിങ്ങൾ ശാപവാക്കുകൾ കൊണ്ട് ചൊരിയരുത്, റബ്ബിന്റെ പരീക്ഷണമാണ്. രോഗികളാകുമ്പോൾ
എന്ന് വേദനിച്ചു പറഞ്ഞാൽ അതും പുണ്യമുള്ള ദിക്റാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു ശോഭനമായ ഭാവി നാളെയുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിയണമെന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവിന്റെ പ്രഖ്യാപനം കേൾക്കുമ്പോ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കൂട്ടത്തിൽ പ്രായം ചെന്ന അന്യമതസ്ഥയായ ഒരു കൂട്ടരോഗി പറയുന്നത്, ഉസ്താദേ, ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന ചലവും ചോറയും തുടച്ചു മാറ്റാനുള്ള ശീലപോലും ഞങ്ങളെ കയ്യിലില്ല. മുറിഞ്ഞൂങ്ങിയ വിരൽപ്പുള്ള കൈപ്പത്തികൾ കൊണ്ട് ഇതിനെ തടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ശക്തമായ തണുപ്പിൽ പുതച്ചു കിടക്കാൻ ഒരു ചെറിയ പുതപ്പെങ്കിലും കിട്ടിയെങ്കിൽ അതേ മാനസികമായ സ്നേഹമുള്ള, മാനുഷികമായി പരിഗണനയുള്ള ആ മനുഷ്യ സ്നേഹിയായ മഹാമനീഷ കാന്തപുരം ഉസ്താദ് തന്റെ ഫോൺ എടുത്തുകൊണ്ട് വിളിച്ചു. പ്രസ്ഥാന ബന്ധുക്കൾക്ക്, ലെപ്രസി ഹോസ്പിറ്റലിലെ പാവപ്പെട്ട രോഗികൾക്ക് അല്പം പുതപ്പ് വേണം, അതിനാണ് കാന്തപുരത്തിന്റെ ഫോണ്. കാന്തപുരം ഉസ്താദിന് എന്തിനാണ് ഫോണ്, കാന്തപുരം ഉസ്താദിന് എന്തിനാണ് കാറെന്ന് ചോദിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. സുഖമായി അമ്മായിമ്മ സൽക്കാരത്തിന് പോകാനല്ല, മറ്റേതെങ്കിലും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഈ സമുദായത്തിന്റെ പാവപ്പെട്ടവരുടെ സേവനത്തിന് വേണ്ടിയാണെന്ന് ഓർക്കണം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വിളിച്ചു വരുത്തി ആ പുതപ്പ് വിതരണം ചെയ്തപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ പത്രക്കാർ വന്നു. മലയാള മനോരമയും കൗമുദിയുമൊക്കെ പത്രത്തിലൂടെ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ താരതമ്യേന ഭേദപ്പെട്ട കുഷ്ഠരോഗി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞങ്ങൾ നിസ്കരിക്കുന്നവരാ, പക്ഷേ ഞങ്ങൾ നിസ്കരിക്കുന്ന കൊച്ചുപള്ളി മൂത്രപ്പുര പൊട്ടി ഒലിക്കുന്നുണ്ട്, ഓട് പൊട്ടി ഒലിച്ചിട്ട് പായ ചീഞ്ഞു പോയിട്ടുണ്ട്, വല്ല സഹായവും ഇൻഷാ അല്ലാഹ് അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തെന്ന് പറയുമ്പോ മറ്റൊരു കുഷ്ഠരോഗി വന്നിട്ട് പറയുന്നത്, ഉസ്താദേ, എനിക്ക് 2 കാലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എന്നെക്കാൾ മോശമായ രോഗികളെ സേവനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കാൻ കഴിയില്ല. ഒരു വീൽ ചെയർ സംഘടിപ്പിച്ചു തരാമെങ്കിൽ ഞാൻ ആ സേവനം ഏറ്റെടുത്തുകൊള്ളാം. കാന്തപുരം ഉസ്താദ് പറഞ്ഞോ, ക്ഷമിക്കണം, ഞാൻ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ല, ശ്രീമതി ടീച്ചറല്ല, ഞാൻ അടുത്ത ഇലക്ഷൻ മത്സരിക്കുന്ന MLA അല്ല, വാർഡ് മെമ്പറില്ലെന്ന് പറഞ്ഞില്ല. ഭൗതികമായ അശേഷം കാന്തപുരം ഉസ്താദിനറിയാം ഈ കുഷ്ഠരോഗികളെ കൈകളെ കൊണ്ട് നോട്ടീസ് ഒട്ടിക്കാൻ കഴിയില്ലെന്ന്, ഇവരെ പ്രകടനത്തിന് കിട്ടില്ലെന്ന്, മർക്കസിന്റെ സമ്മേളനം വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ റബ്ബിന്റെ തീരുമാനമാണ്, റസൂലുള്ളാഹിന്റെ പാരമ്പര്യമാണ്. കാന്തപുരം ഉസ്താദ് അത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതെല്ലാം ചെയ്തു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മുത്തല്ലിമീങ്ങളെ വിളിച്ചിട്ട് പറയുന്നത്, മക്കളെ, ഇടക്കിടക്ക് അവരെ പരിഗണിക്കണം, അവർക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കണം. അൽഹംദുലില്ലാഹ് മർക്കസിന്റെ ദഅ്വാവിങ് അതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവർ ഭക്ഷണപ്പൊതിയുമായി ചെല്ലുന്നത് ജനൽപ്പാളിയിലൂടെ നോക്കി ഗൾഫിൽ നിന്ന് വരുന്ന മകനെ കാത്തു നിൽക്കുന്ന വാപ്പയുടെ രാഘവത്തോടെ കുഷ്ഠരോഗികൾ കാത്തു നിൽക്കുന്നു. എല്ലാ ഭക്ഷണവും കഴിച്ചു കഴിയുമ്പോ മനസ്സ് പൊട്ടിയുള്ള പ്രാർത്ഥന, കാന്തപുരം ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൈപ്പത്തികൾ നഷ്ടപ്പെട്ട, വിരൽക്കൊടികൾ നഷ്ടപ്പെട്ട ആ കുഷ്ഠരോഗികൾ ബഹുമാനപ്പെട്ട AP ഉസ്താദിന് വേണ്ടി പടച്ചു തമ്പുരാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ AP ഉസ്താദ് മാത്രമല്ല, ഉസ്താദിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്ന, മർക്കസിന് വേണ്ടി പരിശ്രമിച്ച സുന്നത്യമായത്തിന്റെ പ്രവർത്തകന്മാർ, SSFന്റെയും SBSന്റെയും പ്രവർത്തകന്മാർ, ആ പ്രവർത്തകന്മാർ അവരുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റൊരാൾ തകർക്കണമെന്ന് ലക്ഷ്യമിട്ടിട്ടില്ല. അതുകൊണ്ട് മറ്റൊരാളെ കൊലപാതകാരോപണം, മറ്റൊരാൾ വിചാരാരോപണം, മറ്റൊരാളുടെ അഴിമതി ആരോപണങ്ങൾ ഒന്നും തന്നെ പറയാതെ ഉള്ള റൂട്ടിലൂടെ പ്രവർത്തിക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം ആ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനയെങ്കിലും ലഭിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിയും. കണ്ണുള്ള മുഴുവൻ ആളുകളും ആ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന കേൾക്കുമ്പോഴെങ്കിലും ഒരുത്തി കണ്ണിനിരുട്ടിക്കാതിരിക്കുമോ? വലിയ നീണ്ട സംഭവം 1-2 ക്ലിപ്പിലൂടെ മാത്രം ഞാൻ നിങ്ങളെ കാണിക്കുന്നു. കാലം വിതച്ച വൈകൃതങ്ങളിൽ മനന്നൊന്ത് പലപ്പോഴും ഇവർ കണ്ണീർ വാർക്കുമ്പോൾ കണ്ണീരൊപ്പാൻ മാലാഖമാർ കണക്കെ ദേവാസിൽ പ്രവർത്തകർ അവരെ തേടിയെത്തുന്നു. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ കണക്കെ വെള്ളവസ്ത്രധാരികളായി ഓരോ രോഗികളുടെയും അടുക്കൽ ചെന്ന് മനസ്സു തുറപ്പിക്കുമ്പോൾ അറിയാതെ തുറന്നു പോവുകയാണ് ഈ രോഗികൾ അവരുടെ ലോല മനസ്സ്. വീട്ടുകാര്യങ്ങളും രോഗവിവരങ്ങളും ആരായുമ്പോൾ അവർ
പ്രതീക്ഷയുടെ പുഞ്ചിരിയോടെ അവ വിവരിക്കുന്നു. സൃഷ്ടാവ് തന്ന പരീക്ഷണത്തിൽ നാം അവനെ പഴിക്കാതെ മോചനത്തിന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് അവരെ സമാശ്വസിപ്പിക്കുമ്പോൾ തുറന്ന മനസ്സോടെ വലിയ പ്രതീക്ഷയോടെ അവരത് കേട്ടിരിക്കും. കാലങ്ങളോളമായി ആശുപത്രി കിടക്കയിൽ കിടക്കേണ്ടി വന്നതിനാൽ നാവിലുള്ള സ്വാദിഷ്ടത നഷ്ടപ്പെട്ട ഇവർക്ക് ഗവൺമെന്റ് നൽകുന്ന ഭക്ഷണം പലപ്പോഴും രുചിയറിയാതെ വന്നപ്പോൾ അവർ ഈ സുമനസ്സുകളായ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു, ഒരു ബിരിയാണി കിട്ടിയിരുന്നെങ്കിൽ. സ്വന്തം മാതാപിതാക്കളെപ്പോലെ കാണുന്ന ഈ രോഗികളുടെ ആവശ്യം അവർ തള്ളിയില്ല. സ്ഥായിയായ ഫണ്ടില്ലാതിരുന്നിട്ടും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉദാരമതികളായ സുഹൃത്തുക്കളിൽ നിന്ന് പണം സ്വരൂപിച്ച് പലപ്പോഴായി ഇവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണ വിതരണം നടത്തി. ദിവസങ്ങളിൽ ആകാംക്ഷയോടെ ഭക്ഷണപ്പൊതിയുമായെത്തുന്ന ദവാസിൽ കൂട്ടുകാരെ അവർ കണ്ണുമിഴിച്ചു കാത്തുനിൽക്കും. ഭക്ഷണപ്പൊതിയും വാങ്ങി കൈപ്പത്തിയില്ലാത്ത കൈകൾ മേൽ പൂട്ടുയർത്തിയുള്ള ഇവരുടെ പ്രാർത്ഥന കണ്ണുള്ളവനെ കരയിപ്പിക്കാതിരിക്കില്ല. പടച്ച തമ്പുരാനെ, ഈ ദുനിയാവിൽ എന്ത് തെറ്റിയതെല്ലാം പുറത്ത് ആ നേരായ വഴിയിൽ കൂടി ആ പരിശുദ്ധാത്മാവിനെ നീ എന്ന് വിളിക്കാൻ കൃപയുണ്ടായിരിക്കണമേ. ദുനിയാവിൽ വളരെ കാലം ജീവിക്കാനുള്ള അനുഗ്രഹം ചെയ്യുമാറാകണേ തമ്പുരാനെ. എത്രയോ ആളുകൾ നമ്മളെ ആ സ്ഥാപനത്തെ സാമ്പത്തികമായി സഹായിച്ച് ഇന്ന് വിശ്രമിക്കുന്നുണ്ടായി ക്ഷണിച്ചിട്ട് ആ പ്രിയപ്പെട്ടവരെയും ഇന്ന് സഹായിക്കുന്നവരെയും അങ്ങ് ഓർക്കണമേ. ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഉസ്താദിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. 40 കൊല്ലക്കാലം ജീവിച്ച റസൂലുള്ളാഹി തങ്ങളും ആ 40 കൊല്ലത്തിന്റെ അവസാന നിമിഷത്തിൽ ഇറാ ഗുഹയിൽ പോയി ആരാധനാ നിമഗ്നയായിട്ടിരിക്കുമ്പോൾ അവിടുന്ന് വഹ്യ് ഇറങ്ങി ഭാരത്താൽ തിരിച്ചു വന്ന് ഖദീജ ബീവിയെ വിളിച്ചിട്ട് സമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടണം ഖദീജ എന്ന് വിഷമത്തോടുകൂടെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഖദീജ ബീവി പറഞ്ഞ വാക്കുകൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. കല്ലാ ലാ يخزيك الله أبدا إنك لتحمل الكلا وتكسب القدوم وتكر الليف. ഓ, അവിടത്തെ ഒരിക്കലും പടച്ചവൻ കൈവിടിയില്ല. നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളല്ലേ, ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ആളല്ലേ, അശരണർക്ക് അത്താണിയല്ലേ, യതീമക്കൾക്ക് അവലംബമല്ലേ. നിങ്ങളെ കൈവിടിയില്ല പടച്ചവൻ എന്ന് പറഞ്ഞ വാക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ആരോപണങ്ങൾ പലരും പറഞ്ഞു, തെറ്റിദ്ധരിപ്പിച്ചു പലരെയും, പല ആരോപണങ്ങളും പലരും പറഞ്ഞു. പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി, കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്. തെറ്റിദ്ധരിച്ചവർ കുടുക്കിൽപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപക്ഷെ മയ്യിസ്കരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടാകും, അതുപോലെ പലതും പറഞ്ഞവരുണ്ടാകും. പക്ഷേ അല്ലാഹു തആല ഒരിക്കലും കൈവിടിയില്ലെന്നോ ഖദീജ ബീവി സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് അത്ഭുതങ്ങൾ നിറയുന്ന ഈ പാത രചിച്ചുകൊണ്ട് അലാവുദ്ദീന്റെ കയ്യിൽ അത്ഭുത വിളക്ക് കണക്ക് നീണ്ട 33 കൊല്ലക്കാലത്തെ പ്രവർത്തനം കൊണ്ട് മുസ്ലിം കേരളത്തിന്റെയല്ല, മുസ്ലിം ഇന്ത്യയുടെയല്ല, മുസ്ലിം ലോകത്തിന്റെ തന്നെ പ്രവർത്തന പാരമ്പര്യത്തിലെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് സാംസ്കാരിക, വൈജ്ഞാനിക, സാമൂഹിക, രാഷ്ട്രീയ, വൈജ്ഞാനിക മേഖലകളിൽ തുല്യതയില്ലാത്ത പ്രവർത്തനം നടത്തി. മർക്കസ് സഖാവത്ത് സുന്നിയ 18 കുട്ടികളിൽ നിന്ന് തുടങ്ങിയ ആ സ്ഥാപനം 10,000-ഓളം മക്കൾ എത്തി നിൽക്കുമ്പോൾ 7,000-ഓളം സഖാബികൾ പുറത്തേക്കിറങ്ങി. അതുപോലെ തന്നെ 500-ഓളം വരുന്ന ഖാരിഫിലാക്കിയ ഹാഫിളുകളടക്കം ഏകദേശം 2,000-ഓളം യതീമക്കൾ പുറത്തേക്കിറങ്ങി. ഏകദേശം 10-40 ചില്ലാനം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിൽ 3 ലക്ഷം രൂപ ഒരൊറ്റ ദിവസം മാത്രം ചിലവുണ്ടെങ്കിൽ 10,000 രൂപയുടെ കാലിച്ചാക്ക് ഈ അടുത്ത് വിറ്റു എന്ന് കേട്ടപ്പോ ഏതോ ഒരു തമാശക്കാരൻ പറഞ്ഞു ഇത്രേ, ഓഹോ, എന്നാ പിന്നെ മർക്കസിന്റെ വരുമാനത്തിന് കാലിച്ചാക്ക് തന്നെ മതിയല്ലോ. കാരണം 10,000 രൂപക്ക് കാലിച്ചാക്കല്ല വിറ്റത്. പക്ഷേ 10,000-ന്റെ കാലിച്ചാക്ക് വിൽക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ വിഭവമുള്ള എത്ര ചാക്ക് വേണ്ടി വരുമെന്നത് നമ്മളൊക്കെ കണക്ക് കൂട്ടി നോക്കേണ്ടതാണ്. പക്ഷേ അൽഹംദുലില്ലാഹ് ഈ 33 കൊല്ലമായി ഭക്ഷണത്തിന്റെ പേരിൽ മുടങ്ങാതെ എ പി ഉസ്താദിന്റെ കഠിനാധ്വാനം കൊണ്ട്, അതുപോലെ തന്നെ അത്
പ്രവാചകന്റെ മറ്റു സാരഥികളുടെ നല്ല പ്രവർത്തനം കൊണ്ട്, നമ്മളെപ്പോലെയുള്ള മുഅ്മിനീങ്ങളുടെ നല്ല സഹകരണം കൊണ്ട് അൽഹംദുലില്ലാഹ് ആ സ്ഥാപനം ഉത്തരോത്തരം മുന്നോട്ട് പോകുന്നു. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി 100 പാവപ്പെട്ട പെൺകുട്ടികളെ 10 പവൻ കൊടുത്ത് കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം ഉസ്താദ് അറിയിക്കുമ്പോൾ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നമുക്കിതൊക്കെ വെച്ച് അഭിമാനിച്ചത് കൊണ്ടായില്ല. അപ്പൂപ്പന് ആനയുണ്ടായത് കൊണ്ട് നമ്മുടെ കാലിൽ തഴമ്പ് കാലില്ലെന്ന് പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് എ പി ഉസ്താദിനും നമ്മുടെ മറ്റാലിമീങ്ങൾക്കും കൊടുക്കുമാറാവട്ടെ. പക്ഷേ സുഹൃത്തുക്കളെ, അവരൊക്കെ പ്രായം ചെന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അൽഹംദുലില്ലാഹ് അവരുടെ ഒരു ശ്വാസം പോലും വെറുതെ പോയിട്ടില്ല. ഞാൻ ഓർത്തു പോകുന്നു ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, ശിഫ കൊടുക്കുമാറാകട്ടെ.